ലോകാവസാനം അടുത്ത് സംഭവിക്കും. വളരെ വളരെ അടുത്ത് അഖറബ് ആയിട്ടുണ്ട്. അഖറബ്. ഇത് മാറ്റാൻ തിരുത്താൻ ഒരാൾക്കും കഴിയൂല. മഹ്ദി ഇമാമ പോലും ഈ രീതി മാറ്റാൻ വേണ്ടി വരികയല്ല, ഖൽബ് നന്നാകേണ്ടവർക്ക് രക്ഷപ്പെടാൻ അവസരത്തിന് വേണ്ടി വരികയാണ്. സിസ്റ്റം ഒരാളും മാറ്റൂല. സിസ്റ്റം മാറ്റുകയാണെങ്കിൽ മഹ്ദി ഇമാമോ ഈസാ നബി വന്നാൽ പിന്നെ 1000 കൊല്ലം ജനം ജീവിക്കണ്ടേ? അപ്പൊ സിസ്റ്റം മാറ്റൂല, വളരെ പെട്ടെന്ന് സംഭവിക്കും. ഇനിയാണ് വിഷയത്തിലേക്ക് കയറുന്നത്. അങ്ങനത്തെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നബിയെ? അലൈക ബിനഫ്സിക്, എന്നെ കാര്യം നോക്കണം എന്ന് പുണ്യ റസൂൽ. അങ്ങനത്തെ കാലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇദാ റഅയ്ത ശുഹൻ മുതഅൻ വഹവൻ മുത്തബഅൻ വയുജാബൽ മർഇ ബിനഫ്സിഹി. ഇദാ റഅയ്ത ശുഹൻ മുതഅൻ, ശുഹ് എന്ന് പറഞ്ഞാൽ ലുബ്ധത എന്ന് പറഞ്ഞാൽ എന്താ ഈ ലുബ്ധത? ചില ബുഖ്ലല്ല, ചില ഇൻഫാഖും അല്ല, ചില ചെലവഴിക്കൽ ബുഖലാണ്, ചില ബുഖലല്ലതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാഫ ഖൗമൻ യദ്ഉ അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഹബീബ റസൂലുള്ളാഹ് ഏതെങ്കിലും ഒരു പേടിക്കേണ്ട ഖൗമിന് ഉണ്ടായാൽ ആ ഖൗമിനെതിരെ റസൂലുള്ളാഹ് ഇങ്ങനെ ദുആ ചെയ്യൽ പതിവാക്കുകയും അത് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഒരു 3 വട്ടം ചൊല്ലി എല്ലാവരും. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? അല്ലാഹുവേ, അവരുടെ മുന്നിൽ ഞങ്ങൾ നിന്നെ നിർത്തുന്നു. അല്ലാഹുവേ ഇന്നാ നജഅലുക, നിന്നെ ഞങ്ങളാക്കുന്നു. ഫീ നുഹൂരിഹിം, അവരുടെ മുൻഭാഗത്ത് ഞങ്ങൾ നിന്നെ ആക്കുന്നു. ഞങ്ങൾക്ക് അവരോട് എതിരിടാൻ കഴിയില്ല, കാരണം ഞങ്ങൾ ദുർബലരാണ്. ഞങ്ങൾ എണ്ണത്തിലും കുറവാണ്, വണ്ണത്തിലും കുറവാണ്. നീ ഏറ്റവും മഹാനാണ്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അവരുടെ മുന്നിൽ നിർത്തുന്നു. വനഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ എല്ലാവിധ ഷർറുകളെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയും ചെയ്യും. 5 വഖത്തിലും ഈ ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട അൽബാർ ഉസ്താദ് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ പ്രസംഗത്തിൽ അത് ഊന്നി പറയണമെന്നും എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വാക്ക് പറയുന്നത്. തഹജ്ജുദ് നിസ്കരിച്ചും അല്ലാതെയും ഒക്കെയുള്ള ദുആ എന്നും ദുആ ചെയ്യുക, എന്നും ദുആ ചെയ്യുക. ഈ ഷർറ് ഒഴിവായി കിട്ടുന്നത് വരെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനവസാനം അവർ ആ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞു, പിന്നെ ബാക്കിയൊന്നും പേടിക്കണ്ട, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അതെങ്ങനെയാണ് നമുക്കറിയില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്ന വിധം നമ്മൾക്കറിയേണ്ട ആവശ്യമില്ല, അവൻ രക്ഷപ്പെടുത്തിയാൽ മതിയാവും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാദിലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ മുരീദിനോട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. അപ്പോൾ മുരീദ് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മുന്നിലാണെങ്കിൽ രക്ഷപ്പെടുത്തും, എൻ്റെ മുന്നിൽ ഷെയ്ഖിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഷെയ്ഖ് എങ്ങനെ രക്ഷപ്പെടുത്തുക? അങ്ങനെ അദ്ദേഹം കപ്പലിൽ കയറിപ്പോയി. അങ്ങനെ കപ്പൽ പൊളിഞ്ഞു, കപ്പൽ മുങ്ങി. കപ്പൽ മുങ്ങിയപ്പോൾ വെള്ളത്തിലായപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോഴത്തേന് ഷെയ്ഖിനെ ഓർമ്മ, ഷെയ്ഖേ എന്ന് വിളിച്ചു. അപ്പോൾ മൂർത്താവിലൊരു കൈ കൊണ്ട് പിടിച്ചു. പിന്നെ നോക്കുമ്പോൾ വേറൊരു കപ്പലിൽ ഇരിക്കുകയാണ്. പിന്നെ ഒന്നും അറിയില്ല. അതാണ് ഷെയ്ഖ്. അതെങ്ങനെയാണ്? ഷെയ്ഖിൻ്റെ ഈ കഴിവ് അള്ളാഹിൻ്റെ കഴിവാണ്. അള്ളാഹു നമ്മളെ മശായിഖന്മാരൊക്കെ അതിപ്പോൾ എന്നെക്കാളൊക്കെ കഴിവുള്ളവരാണ്, എൻ്റെയൊക്കെ മേലെ കഴിവുള്ളവരാണ്. അള്ളാഹു തആല നമുക്ക് അവരുടെ മദതെത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല അതിന് തൗഫീഖ് തരട്ടെ. അപ്പം എങ്ങനെ റബ്ബിനെ എങ്ങനെ നമ്മൾ രക്ഷിക്കുക? അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു വിവരമില്ലാത്ത ആളുകളാണ് നമ്മൾ, ഒരു വിവരമില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിലെ വലിയ ആലിമും ബഹുമാനപ്പെട്ട വന്യവയോധികനുമായ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്ക് നമ്മൾ ആവർത്തിക്കുക. ഒരു 3 വട്ടം കൂടെ. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ തല്ല് നടത്തലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാം, ബാക്കി നമ്മൾ റബ്ബിനോട് പറയാം. ബാക്കിയൊക്കെ തീരുമാനിക്കേണ്ടത് റബ്ബാണ്. ഈ ദുനിയാവിൻ്റെ തല്ലുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഹരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ടതല്ല, ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ആധുനികമായ മനുഷ്യൻ വെറുതെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നതും സൗഹൃദത്തെ നശിപ്പിച്ച് കളയുന്നതുമായ ഇന്നത്തെ തല്ലുകൾ, നമ്മൾ തിജാനികളെങ്കിലും ആ തല്ലുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
ഞാൻ 2 വാക്ക് കൂടുതൽ പറയാതെ കുഞ്ഞ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത്തരം മജ്‌ലിസുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാനുള്ള ഒരു വേദിയല്ല. അതൊക്കെ നമ്മളെല്ലാവരും കൂടുമ്പോൾ ആർക്കും പറയാം. ഞാനും ആ കൂട്ടത്തിൽ ഒരു എളിയവൻ എന്ന നിലയിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ ഈ ദുനിയാവിൻ്റെ അവസാനത്തെ പറ്റി പഠിക്കുന്ന ഒരാളാണ്. കൊല്ലങ്ങൾ അനവധിയായി അതെങ്ങനെ രാവും പകലും. ബഹുമാനപ്പെട്ട ഒരു സഹാബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഹുദൈഫത്ത് ബിൻ യമാനാണെന്ന് എൻ്റെ ഓർമ്മയെടുത്ത് പറയാം. എല്ലാവരും ഹബീബിനോട് ഖൈർ ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഹബീബിനോട് ഷർറ് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ട്? മഖാഫത അൻ നഖഅ ഫീഹി, ആ ഷർറിൽ ചാടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിനോട് കൂടുതൽ എന്താണ് ഷർറ് എന്നാണ് ഹബീബിനോട് ഞാൻ ചോദിച്ചതെന്ന് ഈ സഹാബി പറയുന്ന ഹദീത്ത് ഒരുപാട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. ഒരുപാട് മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേകമായ, ഞാനപ്പോൾ അതുകൊണ്ട് ഒരു കൗതുകമാണല്ലോ. അപ്പം ഞാനിങ്ങനെ കൗതുകം എന്ന നിലയിലാണ് ആദ്യകാലത്ത് അതേക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ സമയം ചെലവഴിച്ച് പഠിക്കുന്ന ഒരു കാലമാണ്. ഇൻഷാ അള്ളാഹ് ഈ മെയ് ആദ്യവാരത്തിൽ ലോകാവസാനത്തെ പറ്റിയുള്ള എൻ്റെ ഒരു പുസ്തകം പുറത്തു വരാൻ പോവാണ് ഇൻഷാ അള്ളാഹ്. പിന്നെ നിരീക്ഷരവാദികൾക്കൊരു മറുപടിയും, 2 പുസ്തകം ഡിഫറെൻ്റ് ആംഗിളിലുള്ള 2 പുസ്തകങ്ങളാണ്. അത് മെയ് ഇൻഷാ അള്ളാഹു സഹായിച്ചാൽ മെയ് 9 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് മുസ്തഫ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിനെ പുരസ്കരിക്കുന്ന ഒരു പുസ്തകം വരും. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരിക എന്നത് മിൻ അലാമാത്തി സഅ, ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും അവസാനത്തെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും എന്നത്. അതിന് വളരെ കൃത്യമായ ഒരു വ്യാഖ്യാനം പറയുകയാണ് ആ പുസ്തകം. ഇൻഷാ അള്ളാഹ് ഇതൊക്കെ ഒരു പ്രസീക്രട്ട് ആയതുകൊണ്ട് ഞാൻ എന്താണെന്ന് നിങ്ങളോട് പറയുന്നില്ല. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് മുന്നിൽ അത് വിശദീകരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു കാരണം ലോകാവസാനത്തെ പഠിക്കാനുള്ള ഒരു ത്വര കൊണ്ടാണ്. ഈ വേറെയും കുറേ പുസ്തകങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2024-25 തുടക്കമായിട്ടൊക്കെ ഒരുപാട് അടയാളങ്ങൾ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിലേക്ക് വരികയാണ്. അതിൻ്റെ ഒരു മുഖദ്ദിമയാണ് ഈ പറയുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ, അതൊക്കെ അതിൻ്റെ ഭൗതികമായ ഭാഷയിൽ മനസ്സിലാക്കിയാൽ വലിയ പിഴവ് പറ്റും. സ്വഹാബിയാത്തിന് പിഴവ് പറ്റി, പിന്നെ എങ്ങനെ നമുക്ക് പിഴവ് പറ്റാതിരിക്കണം? ഉമ്മഹാത്തുൽ മുഅ്മിനീന് പിഴവ് പറ്റും. ഞങ്ങളിൽ ആരാണ് അള്ളാഹിൻ്റെ ഹബീബെ അങ്ങ് വഫാത്തായാൽ മൻ അസ്റഅ ഇലൈക യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൂട്ടത്തിൽ ആരാണ് നബിയെ നിങ്ങളിലേക്ക് ആദ്യം ചേരുക? ആദ്യം വഫാത്താവുന്നത് ആരായിരിക്കും? ഞങ്ങളെ കൂട്ടത്തിൽ മരിക്കുന്നത് ആരായിരിക്കും അങ്ങ് വഫാത്തായാൽ? അപ്പോൾ ഹബീബ് പറഞ്ഞു, അത്വലുകുന്ന യദൻ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൈ നീളമുള്ള ആൾ. ഒരു ഈത്തപ്പന തണ്ട് കൊണ്ടുവന്നിട്ട് അവർ എന്ത് ചെയ്തു? കൈയളന്നു. അപ്പൊ സൗദാബീവിയുടെ കയ്യാണ് നീളം കൂടുക. പക്ഷേ സൗദാബീവി അല്ല. അപ്പൊ സൗദാബീവി സന്തോഷിച്ചു, ഞാനാണ് ആദ്യം മരിക്കാറ്. പക്ഷെ ഉമ്മുൽ മസാക്കീൻ എന്ന പേര് കിട്ടിയ മറ്റൊരു ഉമ്മയാണ് മരിച്ചത് റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത്വലുകുന്ന യദൻ എന്ന് പറഞ്ഞാൽ ഇതല്ല. ഇതാർക്കാ പേച്ചെന്ന് നോക്കണം. ആർക്കാ പേച്ച്? ഉമ്മഹാത്തുൽ വഫീഹിന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ആലിമു അല്ലാമത്തി ഉമ്മത്തിൽ ഇസ്ലാം. അതിനേക്കാളും വലിയൊരു ആലിമത്ത് ഉമ്മത്തുൽ ഇസ്ലാമിനുണ്ടാവും. ഇദാ ഖാലത്ത് ഷൈഅൻ ലാ യഖൂലു ഫീഹാ അഹദ്, അവരൊരു വർത്താനം പറഞ്ഞ പിന്നെ ഒരാൾ മിണ്ടു. അല്ലാമത്താണ്, അല്ലാമത്ത് ഉമ്മത്തുൽ ഇസ്ലാം. ഉമ്മത്തുൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ ആലിമത്താണ് ആര്? ഉമ്മുൽ ആയിഷ എന്ന് പറയരുത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അല്ലാഹുമ്മ അൻഫഅനാ ബിഉലൂമിഹാ വഅൻവാരി വബറകാത്ത് ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അതിലൂടെ വീട്ടിലേക്ക് കയറി വരുന്നു ഫാത്തിമ ബീവി. അപ്പോൾ റസൂലുള്ളാഹിന്റെ മടിയിൽ ആയിഷ ബീവി കൈവച്ചിട്ടുണ്ട്. അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പൊന്തിച്ച് പറയാണ്, ഫാത്തിമ ബീവിയോട് പറയാണ്, മോളെ ബിൻതി ഇനി ഉഹിബ്ബുഹ, എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. ആരാ പറയുന്നത്? ഉഹിബ്ബുഹ, ആ ദിവസം മുതൽ ഞാൻ ആയിഷ ബീവിയെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആര്? ഫാത്തിമ. എന്റെ കാരണം റസൂലുള്ളാഹിന്റെ മടിയിലുണ്ട് ആയിഷ ബീവിയുടെ കൈ. ഹബീബ നബി പറയാ, ഇനി ഉഹിബ്ബുഹ യാ ബിൻതി, മോളെ എനിക്ക് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാഹു അവരെ സ്നേഹിച്ചിട്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അത്രയും വലിയ അല്ലാമത്തുണ്ട് അവരെ കൂട്ടത്തിൽ. ഇങ്ങോട്ട് പേടിച്ചു, പിന്നെ നമുക്ക് പേടിക്കാതിരിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ വീണ്ടും പുനഃപരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താണ്? എൻ്റെ ഒരു പഠനത്തിൽ ലോകാവസാനം അടുത്ത് സംഭവിക്കും.
വളരെ വളരെ അടുത്ത് അഖറബ് ആയിട്ടുണ്ട്. അഖറബ് ഇത് മാറ്റാൻ തിരുത്താൻ ഒരാൾക്കും കഴിയൂല. മഹ്ദി ഇമാമ പോലും ഈ രീതി മാറ്റാൻ വേണ്ടി വരികയല്ല, ഖൽബ് നന്നാകേണ്ടവർക്ക് രക്ഷപ്പെടാൻ അവസരത്തിന് വേണ്ടി വരികയാണ്. സിസ്റ്റം ഒരാളും മാറ്റൂല. സിസ്റ്റം മാറ്റുകയാണെങ്കിൽ മഹ്ദി ഇമാമോ ഈസാ നബി വന്നാൽ പിന്നെ 1000 കൊല്ലം ജനം ജീവിക്കണ്ടേ? അപ്പൊ സിസ്റ്റം മാറ്റൂല, വളരെ പെട്ടെന്ന് സംഭവിക്കും. ഇനിയാണ് വിഷയത്തിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നബിയെ? അലൈക ബിനഫ്സിക്, എന്റെ കാര്യം നോക്കണം എന്ന് പുണ്യ റസൂൽ. അങ്ങനത്തെ കാലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇദാ റഅയ്ത ശുഹൻ മുത്അൻ വഹവൻ മുത്തബഅൻ വയുജാബൽ മർഇ ബിനഫ്സിഹി. ഇദാ റഅയ്ത ശുഹൻ മുത്അൻ, ശുഹ് എന്ന് പറഞ്ഞാൽ ലുബ്ധത. ലുബ്ധത എന്ന് പറഞ്ഞാൽ എന്താ ഈ ലുബ്ധത? ചില ബുഖിലല്ല, ചില ഇൻഫാഖും അല്ല. ചില ചെലവഴിക്കൽ ബുഖലാണ്, ചില ബുഖലല്ലാണ്. ഒരാൾ കൊടുക്കുന്നത് ഇസ്ലാമിൽ ഇൻഫാഖല്ല, മാനദണ്ഡം ക്ലിയർ അല്ലെങ്കിൽ. ചില കൊടുക്കലല്ല, ചില കൊടുക്കാതിരിക്കൽ ബുഖലുമല്ല. ഇതാ റഅയ്ത ശുഹൻ മുത്അൻ എന്ന് പറഞ്ഞാൽ നീ വഴിപ്പെട്ടു പോകുന്ന ലുബ്ധത എന്ന് പറഞ്ഞാൽ അതിനത് ഒരർത്ഥം മുതലാളിമാർ പണം ചെലവാക്കും. പക്ഷെ എന്താണ് അതിന്റെ പിന്നിൽ? ലിശുഹ്റത്തിഹി വലിതിജാറത്തിഹി, ഒരു കച്ചവടത്തിന്റെ വലിപ്പം കൂട്ടലായിരിക്കും അവരുടെ ലക്ഷ്യം. ഇവർ 34 കോടി ഉറുപ്പ്യ സ്വരൂപിച്ചു. ഒരു കാരണം പറയാം, ഞാൻ അതിലൊന്നും ഞാൻ മുന്നോട്ട് പോകണില്ല, അതിന് മുന്നോട്ട് പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അറിയാതെ പറഞ്ഞു പോയതാണ്. അതിൽ തന്നെ നിങ്ങൾ ആ ഇൻഫാഖന്നെ ഇൻഫാഖല്ലാതെയും ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ഇൻഫാഖും ഇൻഫാഖല്ല. എന്തിനു വേണ്ടിയാണ്? ലില്ലാഹി ആയാൽ മാത്രമേ ഇൻഫാഖാവൂ. ലില്ലാഹി അല്ലെങ്കിൽ പിന്നെ ആ ഇൻഫാഖേ അല്ല. അപ്പൊ പല ഇൻഫാഖും ഇൻഫാഖല്ല, പല ബുഖലും അല്ല. ഇനി ബുഖലിനെ ഞാൻ പറഞ്ഞുതരാം. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ്. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി കോപിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു, അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തില്ല. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കലുമുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതിരിക്കലുണ്ട്. ഈ കൊടുക്കാതിരിക്കൽ ജനദൃഷ്ടിയിൽ ബുഖലായിരിക്കും, പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ അതെന്തല്ല, ബുഖലല്ല. വളരെ ചിന്തിക്കണം. അപ്പൊ ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അതാണ്. ആവശ്യമില്ലാത്തതിന് വാരിക്കോരി കൊടുക്കും, അള്ളാഹിന്റെ മാർഗത്തിലോട്ട് കൊടുക്കൂല. കൊടുത്തു എന്ന് വരുത്തി തീർക്കും, ലക്ഷ്യം സൂറത്തായിരിക്കും. ഇതന്നെ ശുഹൻ മുത്തഅൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പിന്നെ വഹവൻ മുത്തബഅൻ, ഓരോരുത്തരും അവരവരുടെ ഹബ അനുസരിച്ച് ജീവിക്കുക. എല്ലാവർക്കും അവരെ ഹബയാണ് അവരെ നയിക്കുന്നത്. വിശദീകരിക്കണില്ല. മൂന്നാമത്തത് വയുജാബൽ മർഇ ബിനഫ്സിഹി, ഓരോരുത്തർക്കും താൻ തന്നെ മഹാനാവുക. അതിന്റെ അവസ്ഥ പറയേണ്ട ആവശ്യം തന്നെയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അലൈക ബിനഫ്സിക, നീ നിന്റെ കാര്യം നോക്കണം. സൂറത്തുൽ മാഇദ 105, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കണം. ലാ യദുറുക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. മൻ ളല്ല, ഒരു BJP ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നേരായ വഴിക്കാണെങ്കിൽ. നിങ്ങൾ എന്തിനാണ് വെറുതെ 5-ാം പനി പിടിച്ച് തുള്ളുന്നത്? നിങ്ങൾക്ക് എന്താണ്? അല്ലദീന ഇദാ ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ നേരായ വഴിക്കാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്കൊരു പണിയുണ്ട്. എന്താ നിങ്ങളെ പണി? അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ നഫ്സിനെ ശുദ്ധീകരിക്കണം. ഇതിനാണ് തരീഖത്തുകൾ എന്ന് പറയുന്നത്. ഇത് പറയാനാണ് ഇത് പറഞ്ഞത്. അപ്പൊ 3 കാര്യം പറഞ്ഞു. ഒന്ന്, ലോകം അവസാനിക്കാനായി, യാതൊരു സംശയം വേണ്ട. അത് വളരെ പെട്ടെന്ന് സംഭവിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അടയാളങ്ങളൊക്കെ കണ്ണു കഴിഞ്ഞു. അടയാളങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കാത്ത പലതും അടയാളങ്ങളാണെന്നാണ് എൻ്റെ പുതിയ പഠനം. പിന്നീട് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. വൽപ്പത്തരം പറയല്ല, പഠിച്ചത് കൊണ്ട് പറയാം. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. അപ്പോൾ നമുക്ക് സമയം കഴിഞ്ഞു, ഇനി സമയമില്ല. എന്തിനാ അല്ലാഹു തആല അലാമാത്തുകൾ പറയുന്നത്? എന്തിനാ അല്ലാഹു തആല ഖിയാമത്ത് നാളിന് അടയാളങ്ങൾ തരുന്നത്? എന്തിനാ? ഈ അടയാളം കൊണ്ട് ഖിയാമത്ത് നാളിന് എന്താ കഴിയുള്ളത്? ഖിയാമത്ത് നാളിനെ തടയാൻ അടയാളത്തിന് കഴിയുമോ? ഖിയാമത്ത് നാൾ നേരെയാക്കാൻ അടയാളത്തിന് കഴിയുമോ? അല്ലാഹു തആലാക്ക് ബോധം ഉണ്ടാകാൻ വേണ്ടിയാണോ ഖിയാമത്ത് നാൾ? അല്ല. പിന്നെന്തിനാ അടയാളം? നന്നാകേണ്ടവർക്ക്
നന്നാകാൻ വേറൊരു വഴിയില്ല. ഇനി രണ്ടാമത്തെ ഒരു വഴിയേനില്ല. നന്നാകേണ്ടവർക്ക് നന്നാകാൻ. അതിന് അല്ലാഹു തആല മശായിഖന്മാരെ പറഞ്ഞിട്ടുണ്ട്. അവർ നമുക്ക് നടന്ന് വഴി കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. ആ മസ്ലക്കുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മസ്ലക്കാണ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മുന്നിൽ കാണിച്ച അത്വരീഖത്തുൽ അഹ്മദിയ്യത്ത് തിജാനിയ. അല്ലാഹു മാർഗത്തിൽ നിന്ന് പ്രവേശിച്ച് അതിൽ നിന്ന് നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ജനങ്ങളെ കുറ്റം പറയാനോ അവൻ അതല്ല ഇവൻ ഇതല്ല ഓൻ ത്വരീഖത്തല്ല മറ്റും ശരിയല്ല, ഇതൊന്നും നമ്മളെ പണിയല്ല. അവൻ ത്വരീഖത്തായിട്ടില്ല, അവൻ ത്വരീഖത്ത് ഏറെയാണ്, മറ്റോ ത്വരീഖത്ത് കമ്മിയാണ്, ഇതൊന്നും നമ്മളെ വിഷയമല്ല, ഒന്നും വിഷയമല്ല. നമ്മളെ ഷെയ്ഖ് മൂസ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്ത് പറഞ്ഞാലും മാലേഷ്ണർ, എന്ത് പറഞ്ഞാലും നീ എത്ര ആകാശ പൊളിഞ്ഞാടി എന്ന് പറഞ്ഞാലും അവരെടുത്തെത്തിയാൽ മാലേഷ് അസാറില്ല. അതായത് അള്ളാഹു എന്ത് പറഞ്ഞാലും മാലേഷ്ണർ സാദിഖ് വാക്കവിയൊക്കെ ചിരിക്കാൻ കാരണം അവരെത്രയോ ഒന്ന് കേട്ടതാണ്. എന്ത് പറഞ്ഞാലും ഷെയ്ഖുന ആകാശം ഒരു സൈഡ് പൊളിഞ്ഞാടിയിട്ടുണ്ട് മാലേഷ്, അത് മുഷ്കിൽ മാലേഷ്, അതൊന്നും സാരല്ല. അള്ളാഹു തഖ്ദീറാക്കിയതൊക്കെ നടക്കും, അള്ളാഹു തഖ്ദീറാക്കാത്തത് നടക്കൂല. ഇതന്നെ. അപ്പോ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇതന്നെയാണ് അള്ളാഹു നമുക്ക് കനിഞ്ഞരുളി തന്ന ഒരു മാർഗാണിത്. നീ അതിൽ പ്രവേശിക്കാത്തവരെ നിങ്ങൾ ആക്ഷേപിക്കും വേണ്ട. ഇനിയിപ്പോ ഇത് മനസ്സിലാകാത്ത ചില ബാഹ്യമായ നിലക്ക് കാര്യങ്ങളെ നോക്കിക്കണ്ടു പോകുന്ന പണ്ഡിതന്മാരുണ്ടാവും, അവരെയും ആക്ഷേപിക്കണ്ട. എന്തുകൊണ്ട്? അവർക്കത് തിരിയൂല, അവർക്കത് അറിയൂല. നമ്മളിപ്പോൾ എന്താ ഒരു പുതിയൊരു ഇതുണ്ട്, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ദീനം മാറ്റണം. എന്താ അതിന് പറയാ? ഫിസിയോതെറാപ്പി. ഇപ്പൊ പുതിയ അടുത്ത കാലത്ത് വന്നൊരു 10-15 കൊല്ലത്തിന് ഇപ്പുറത്തിൽ വന്ന ഒരു ശാസ്ത്രശാഖയാണ് ഫിസിയോതെറാപ്പി. ഈ ഫിസിയോതെറാപ്പി പഴയ കാലത്ത് ഒന്നിരിക്കലും ഇങ്ങനെ എണ്ണ ഇട്ട് ഉഴിഞ്ഞു മാറ്റണം, എണ്ണയോ അല്ലെങ്കിൽ തൈലോ ഇട്ട് ഉഴിഞ്ഞു മാറ്റണം, അല്ലെങ്കിൽ കുടിച്ചോ മറ്റോ മാറ്റണം. മൂന്നാമത്തെ വകുപ്പില്ല. ഒന്നും എണ്ണയില്ല, പുണ്ണാക്കൂല്ല, ഒന്നും ഇങ്ങനെ കൊണ്ടുവന്നാണ് ദീനം മാറ്റുക. ഈ ഒരു ശൈലി 15 കൊല്ലത്തിന് ഇപ്പുറം വന്നതാണ്. അപ്പൊ അത് വന്ന നേരത്ത് പല ആളുകളും അതിനെ എതിർത്തിട്ടുണ്ട്. ഇന്നിപ്പോ ശാസ്ത്രത്തെ അംഗീകരിച്ചു, ഇന്നിപ്പോ ലോകത്തുള്ള എല്ലാ മെഡിസിനും അംഗീകരിച്ചു ഈ ഒരു പുതിയ രീതി. ഒരു കാലത്ത് അവർ അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അവർക്കതിനെ പറ്റി അറിയൂല. അറിയുന്ന കാലത്ത് അംഗീകരിക്കും. നേച്ചുറോപ്പതിയിൽ മരുന്നേ ഇല്ല. നേച്ചുറോപ്പതി എന്നൊരു ശാഖ ഉണ്ട്, പുതിയ ലോകം അംഗീകരിച്ചു. നേച്ചുറോപ്പതിയിൽ മരുന്നേ ഇല്ല. നേച്ചുറോപ്പതിയുടെ രോഗം മാറ്റൽ എങ്ങനെ? മരുന്ന് കുടിക്കാതിരിക്കൽ മരുന്ന്, ഭക്ഷണം കഴിക്കാതിരിക്കൽ ഭക്ഷണം. ഫിസിയോതെറാപ്പി 15 കൊല്ലമായിട്ട് വന്നിട്ട് ഫിസിയോതെറാപ്പി എത്രയാ റിസൾട്ട്, വലിയ റിസൾട്ടാണ്. ഒരു കാലത്ത് ശാസ്ത്രം അംഗീകരിച്ചില്ല, ഇപ്പൊ അന്നവർക്ക് അറിയില്ല, ഇപ്പൊ അംഗീകരിച്ചു. ഓരോ കാര്യം അങ്ങനെയാണ്. തിജാനി ത്വരീഖത്ത് അവർ മാനവர்கள் വന്നിട്ടേ അടുത്ത കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. അതത് ആഫ്രിക്കയിൽ മാത്രം ഒതുങ്ങി, ലോകത്തെല്ലായിടത്തും എത്തി. മെല്ലെ 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 എത്തി. വലിയ ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്ര വലിയതായിട്ട് നമ്മളെ നാട്ടിൽ എന്റെ നേരം വൈകി, അവര് അവിടെ വരാൻ തന്നെ നേരം വൈകി, അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ എത്താൻ നേരം വൈകുമല്ലോ, സ്വാഭാവികമായിട്ട്. അവര് ഹിജ്റ 1150 1111 മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഇവർ ജനിക്കുന്നത്. ദുനിയാവിനെ ഫസാദാക്കാൻ വേണ്ടി ഇറക്കിയ ആളാണ് 1111 ജനിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്നെയും 1111. അതും കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് മാനവர்கள் ജനിക്കുന്നത്. 1150 ജനിച്ചു, 1230 എന്തുകൊണ്ട്? ഇവിടെ ബഹുമാനപ്പെട്ട അളമ്പാർ ഉസ്താദ് പറഞ്ഞു, ആഖിർ സമാനിന്റെ ത്വരീഖത്താണ്. ആഖിർ സമാന്റെ മനുഷ്യരുടെ ഓരോ അമ്പിയാക്കളും ബിലിസാനി ഖൗമിഹി ആണ് സംസാരിച്ചത്. ആഖിർ സമാനിന്റെ രീതിയും അങ്ങനെയാണ്. ആഖിർ സമാന്റെ ത്വരീഖത്തിൽ ഖുറാഫാത്ത് ഉണ്ടാവില്ല. മറ്റേ തെറ്റാണോ? തെറ്റല്ല, പക്ഷെ ജനങ്ങളുടെ വസ്വാസിന്റെ കാലമായിരിക്കും. ത്വരീഖത്ത് തിജാനിയത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വഹാബിക്ക് പോലും നിഷ്പക്ഷമായി കയറി വരാൻ പോകുന്ന ത്വരീഖത്ത് ലോകത്തിന്നുണ്ടെങ്കിൽ അത് തിജാനിയത്താണ്. എന്തുകൊണ്ട്? ഖുർആൻ വളരെ സലക്ഷം അംഗീകരിക്കുന്ന 3 കാര്യമാണ് ഇതിന്റെ അർക്കാനുകൾ. ഒന്നെന്താണ്? ഇസ്തിഗ്ഫാർ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വളരെ കൃത്യമായി പറഞ്ഞതാണ്. അംഫാൽ 33-ാമത്തെ ആയത്ത് വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ ഒന്ന് ഇസ്തിഗ്ഫാറാണ്, ഒന്ന് സ്വലാത്താണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി
യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സ്വലാത്താണ്, യാതൊരു തർക്കവും ആ വിഷയത്തിൽ ഇല്ല. പിന്നെ സ്വലാത്തിന്റെ കാര്യത്തിലും തർക്കിക്കണ്ട. എന്തുകൊണ്ട്? ലോകത്ത് 1 കോടി കിതാബുകളിൽ 1 കോടി സൈസ് സ്വലാത്ത്. സ്വലാത്തിന് അങ്ങനെ ഒരു കൃത്യതയില്ല. ചില സ്വലാത്തുകൾ ഹബീബായ നബി നേരിട്ട് പറഞ്ഞ സ്വലാത്തുണ്ട്, അതേ സമയത്ത് അല്ലാത്ത സ്വലാത്തുകളും ഉണ്ട്. അതായത് ലോകത്ത് 1 കോടി കിതാബുകൾ ഉണ്ടെങ്കിൽ ആ 1 കോടി കിതാബിലും 1 കോടി രീതിയിലുള്ള സ്വലാത്ത് കൊണ്ടാണ് അതിൻ്റെയൊക്കെ വിദായത്ത് തുടങ്ങിയത്. അങ്ങനെയാണ് പല സൈസ്. ഇനിയും പല സീഗയിലും സ്വലാത്ത് വന്നേക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സനാ ചെയ്യുകയും അവിടേക്ക് ദുആ ചെയ്യുകയും ചെയ്യുന്ന എല്ലാം സ്വലാത്താണ്. ആ നിലക്കാണ് തുടങ്ങിയത്. അപ്പൊ അതിലും തർക്കമില്ല. പിന്നെ ഇതിൽ പറഞ്ഞ മദ്ഹുകൾ മദ്ഹാണോ നോക്കിയാൽ മതി. എന്താ മദ്ഹാണല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ. ഉറപ്പ്, പൂട്ടപ്പെട്ട എല്ലാത്തിനെയും തുറന്ന ആളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് ഫത്താഹുൽ ഖുലൂബാണ്. ഹബീബായ റസൂലുള്ള എല്ലാത്തിനെയും ഫതഹ് ചെയ്തതാണ്. ഒരു നബിമാർക്കും കിട്ടാത്ത ഫതഹാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയത്. ബിഹി നാലഹൽ അർസാൽ, ബിഹി നാലഹൽ അർസാൽ. എല്ലാ മുസ്ലിങ്ങൾക്കും ഹബീബായ നബിയെ കൊണ്ടാ കരസ്ഥമായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ. എല്ലാ നന്മകൾക്കുടെയും പരിപൂർണതയാണ് ഹബീബ റസൂലുള്ളാഹ്. അവിടുന്ന് തന്നെ പറഞ്ഞു, ഞാനും അമ്പിയാക്കന്റെ ബന്ധം. അവർ ഒരു വീടുണ്ടാക്കി, ഒരു ഇഷ്ടിക മാത്രം ബാക്കിയാക്കി. ആ ഇഷ്ടിക വെച്ചാലേ ആ വീടാകൂ. അന തിൽക്കൽ ലബിന, ആ ഇഷ്ടിക ഞാനാണ്. വൽ ഖാതിമി ലിമാ സബഖ. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് എന്ന ഇഷ്ടിക അല്ലെങ്കിൽ ലോകം എന്ന ബിൽഡിംഗ് അല്ല, മനുഷ്യകുലം എന്ന ബിൽഡിംഗ് അല്ല. ലൗലാ തിൽക്കൽ ലബിന, ആ ഇഷ്ടിക അല്ലായിരുന്നുവെങ്കിൽ. അതാണ് ഹബീബായ നബി. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയിരുന്നു. വൽ ഖാതിമി ലിമാ സബഖ. പിന്നെ നാസുലിൽ ഹഖ് ബിൽ ഹഖ്. ഹഖിനെ ഹഖ്കൊണ്ട് സഹായിച്ച ആളാ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹക്ക് വേണമെന്ന് മാത്രമല്ല, ഹക്കിലൂടെ വേണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം. ലക്ഷ്യം നന്നായാൽ മതി, മാർഗം എന്തായാലും വേണ്ടില്ല എന്നുള്ളത് കമ്മ്യൂണിസം, ഇസ്ലാമല്ല. ഇസ്ലാമിൽ ലക്ഷ്യവും നന്നാവണം, മാർഗവും നന്നാവണം. നാസുലിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹി. അപ്പോൾ യാതൊരു തർക്കമില്ലാത്ത സീഗയാണിത്. ഒരു തർക്കമില്ല. ഇതൊക്കെ വിശദീകരിച്ച ആയിരക്കണക്കായ കിതാബുകൾ ഇന്ന് ലോകത്തുണ്ട്. ത്വരീഖത്തിന്റെ കൂട്ടത്തിൽ 200 ചില്ലാനോ കൊല്ലം മാത്രമാണ് അവർ വന്നിട്ടായിട്ടുള്ളെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇൽമിയായ ബഹസുകൾ നടന്നതും 4 മദ്ഹബിലും ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ പറന്ന് നടന്ന വലിയ വലിയ ഫുഖഹാക്കൾ വന്നതുമായ ത്വരീഖത്ത് റിജാലിയത്താണ്. എല്ലാ മദ്ഹബിലും മാലിക്കികൾ എമ്പാടും, ഹനഫികൾ എമ്പാടും, ഹംബലികൾ എമ്പാടും, ശാഫിഈകൾ എമ്പാടും അങ്ങനത്തെ ത്വരീഖത്താണ് ബഹുമാനപ്പെട്ട തിജാനിയത്ത്. എന്ന് മാത്രമല്ല, തബഖാത്തുൽ മാലിക്കിയ എടുത്ത് പരിശോധിച്ചാൽ 12-13 നൂറ്റാണ്ട് ഹിജ്റ 12-13 നൂറ്റാണ്ടുകളിൽ രത്നക്കല്ലായ മാലിക്കി മുഫ്തികളിൽപ്പെട്ട ഒരാളായിട്ടാണ് ആരെ എണ്ണിയിട്ടുള്ളത്? മഹാനായ അഹ്മദ് തിജാനി തങ്ങൾ. ഇതെന്തിനാ അവിടെ പറയാൻ കാരണം? എന്തിനാ പറയുന്നത്? ഈ പീഡയക്കൊലയുമുള്ള വർത്താനത്തിന് മറുപടി പറയാൻ കിട്ടാത്ത കുറച്ച് ആളുകൾ നമ്മളെ കൂട്ടത്തിൽ. നിങ്ങളെ തർക്കത്തിന് പോകണ്ട. പക്ഷെ അതേ സമയത്ത് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തുമഇനത്തിന് ഒരു മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്കെങ്കിലും തുമഇനത്ത് കിട്ടുകയും ചെയ്യും. അതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരുന്നത്. മനസ്സിലാക്കണം. അതായത് ഏതോ കാട്ടിൽ പോയി ഒളിച്ച് കുത്തിരുന്നിട്ട് താടി മുടി നന്നാക്കാതെ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് ഞാൻ ശൈഖുനാണെന്ന് പറഞ്ഞ ആളല്ല. ആര്? അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. തബഖാത്തുൽ മാലിക്കിയത്തിലെ ഓരോ നൂറ്റാണ്ടിലെ കിതാബുകൾ കിട്ടും. എൻ്റെ കയ്യിൽ കിതാബുണ്ട്. തബഖാത്തുൽ മാലിക്കിയ 11-12 നൂറ്റാണ്ടിൽ തബഖാത്തുൽ മാലിക്കിയ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നോക്കിയവനാണ്. എൻ്റെ ഉത്ബഖാനിൽ കിതാബുണ്ട്. അതായത് ലോകം കണ്ട മാലിക്കി മദ്ഹബിലെ മുഫ്തിമാരിൽപ്പെട്ട ഹിജ്റ 11-12-13 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മുഫ്തികളിൽ ഒരാളാണ് ആര്? അഹ്മദ് തിജാനി. ഏതോ നാട്ടിലെ മുഫ്തിയല്ല, മാലിക്കി മദ്ഹബില് 12-13 കർണുകളിൽ ലോകത്ത് വന്ന ഏറ്റവും വലിയ ഉലമാക്കളിൽ ഒരാളാണ് ആര്? അഹ്മദ് തിജാനി. ഇനി എന്താണ് പ്രശ്നം? ഇനി എന്താണ് പ്രശ്നം? അഹ്മദ് തിജാനി ഇങ്ങനത്തെ ഒരാളെ എന്താ സംശയിക്കേണ്ടത്? വേറെ പറയാ കുറെ ആൾ കാലം മുമ്പ് കാണാനില്ലാതെയായി. ഇതൊന്നല്ല അഹ്മദ് തിജാനി തങ്ങള്. പിന്നീട് വന്നു. അങ്ങനത്തെ ആളുകൾ തെറ്റല്ല. പക്ഷെ അവരെ നമുക്ക് ഭയങ്കര പരിശോധിക്കേണ്ടി വരും. ചിലപ്പോൾ പരിശോധിച്ചാൽ കിട്ടൂല. അഹ്മദ് തിജാനി തങ്ങൾ ജനിച്ചിട്ട് മരിക്കണവരുള്ള എല്ലാ വഖത്തുകളും ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഉസ്താദ്? ഫിഖ്ഹിൽ ആരാണ് ഉസ്താദ്? ഖിറാഅത്തിൽ ആരാണ് ഷെയ്ഖ്? തജ്വീദ് ആരിൽ നിന്ന് പഠിച്ചു? ഹദീസ് ആരിൽ നിന്ന് പഠിച്ചു?
തസവ്വുഫ് ആരിൽ നിന്ന് പഠിച്ചു? അഖീദ ആരിൽ നിന്ന് പഠിച്ചു? അവരൊക്കെ ലോകത്തെ കുബാര്യങ്ങളായ ഉലമാക്കളാണ്, വലിയ വലിയ മാത്തുക്കളാണ്. അവരിൽ നിന്ന് പഠിച്ച് സനദുള്ള കൃത്യതയുള്ള മഹാനാണ് ആര്? അഹ്മദ് ജാന്തങ്ങള്. ഇനി എന്തിനാണ് ഡൗട്ടാക്കണത്? പിന്നെ ഡൗട്ടാക്കുന്നത് ചില ആളുകളുടെ ദുർവാഴ്ച. അത് അവരെ റബ്ബേറ്റ് നോയിക്കോട്ടെ. ഇനി നമ്മൾ മറുപടി പോട്ടെ. മൂത്തുബിക്കും ഇനി വർത്താനൊന്നുമില്ല. അഹ്മദ് ജാലി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ പറയാൻ കാരണം, അവർ വഫാത്താകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, മഹാന്റെ വഫാത്ത് ഈ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വഫാത്തിന്റെ സമയത്ത് വന്ന ജനക്കൂട്ടത്തിന് കഴിയുക ആര്? വലിയ വലിയ ഉലമാക്കള്, വലിയ വലിയ ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദ് അയ്യാസ് സുഖൈർജി റളിയല്ലാഹു അൻഹു പറയാണ്, അവർ വഫാത്താവുന്ന സമയത്ത് വന്നിട്ടുള്ള മഹത്തുക്കൾക്ക് കയ്യും കണക്കില്ല. അക്കാലത്ത് മൊറോക്കോയിലുള്ള മഹത്തുക്കൾ മുഴുവനും മഹാനായ അഹ്മദ് ജാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ വന്നു. അവരുടെ ജനാസിൽ അൽ മുബാറക്ക, അഹ്മദ് അയ്യാസ് സുഖൈർജി റളിയല്ലാഹു അൻഹു കിതാബാണ് കശ്ഫുൽ ഹിജാബ്. ഇതാ കണ്ടോളൂ. അവിടുത്തെ ജനാസിൽ അൽ മുബാറക്ക, മുബാറക്കത്തായ ജനാസയിൽ പങ്കെടുത്തു ആരൊക്കെ? മാലാ യകാദു യഹ്സാ മിൻ ഉലമാഇ ഫാസ് വസുലഹാഇഹാ വഫുളലാഇഹാ വഅയാനിഹാ വഉമറാഇഹാ. ആരൊക്കെ പങ്കെടുത്തു? യകാദു യഹ്സാ, എണ്ണിക്കണക്കാക്കപ്പെടാൻ പറ്റാത്ത അത്ര ആര് വന്നു? ആര്? മിൻ ഉലമാഇ ഫാസ്, ഫാസ് നാട്ടിലെ ആലിമീങ്ങൾ, വസുലഹാഇഹാ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്വാലിഹീങ്ങൾ, വഫുളലാഇഹാ, ആ കാലഘട്ടത്തിലെ ശ്രേഷ്ഠന്മാർ. ഇനി എന്താ നിങ്ങൾക്ക് ഡൗട്ട്? ഇനി ഡൗട്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളത്? ഇനിയിപ്പോ ഇതിന് ഇനി മറ്റോല് അംഗീകരിച്ചോ മറിച്ചോല് അംഗീകരിച്ചാൽ അൽഹംദുലില്ലാ, അംഗീകരിച്ചില്ലെങ്കിൽ അൽഹംദുലില്ലാ. ദുനിയാവിലുള്ള എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ടോ? അതൊക്കെയാണ് വിഷയം. വിഷയം നേരം കഴിഞ്ഞു. നേരം കഴിയാത്തത് നമുക്ക് മാത്രം. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണില്ല? 2048 ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാവുകയില്ല എന്ന് ഇസ്രായേലി റബ്ബികൾ എഴുതിയ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അത് അപ്പോഴത്തേന് ഇസ്രായേൽ തകർക്കപ്പെടും. ലോകാവസാനം സംഭവിക്കാൻ അടുത്താൽ ഇസ്രായേൽ തകർക്കപ്പെടും എന്നവരുടെ വിശ്വാസമാണ്. 2048 ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവുകയില്ല എന്ന് ജൂത റബ്ബികൾ എഴുതിയ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. പോപ്പ് ഫ്രാൻസിസ് ദി ലാസ്റ്റ് പോപ്പ് എന്ന് എഴുതിയ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. പോപ്പ് ഫ്രാൻസിസ് ദി ലാസ്റ്റ് പോപ്പ് AD 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് യൂറോപ്പ് ക്രൈസ്തവവൽക്കരിക്കപ്പെടുന്നത്. AD 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി. അങ്ങനെ അദ്ദേഹം അതോടുകൂടെ ആൻഷ്യന്റ് റോം തകർന്നു. ആൻഷ്യന്റ് റോം തകർന്നപ്പോൾ ഒരു ക്രിസ്തീയ റോമിനെ സൃഷ്ടിച്ചു. ആ ക്രിസ്തീയ റോമാണ് എവിടെ? ഇസ്താൻബൂളിൽ സ്ഥാപിച്ചത്. അതാണ് ഹബീബായ നബിയുടെ കാലത്തെ റോം. ഹദീസുകളിൽ പറയുന്ന റോം ഇറ്റലിയിലെ റോമല്ല. റോമി എന്ന് ഹദീസുകളിൽ കാണുന്നത് ഇറ്റലിയിലെ റോമല്ല. റോം പറിച്ചു നടപ്പെട്ടു AD 4-ാം നൂറ്റാണ്ടിൽ. ആരാണ് പറിച്ചു നട്ടത്? കോൺസ്റ്റാന്റൈൻ. അവരുടെ അമ്മയാണ് ആദ്യത്തെ കുരിശുപള്ളി സ്ഥാപിച്ചത്, ചർച്ച് ഓഫ് നാറ്റിവിറ്റി, ഹെലാന. ചർച്ച് ഓഫ് നാറ്റിവിറ്റിയുടെ ഉള്ളിലെ കവാടം ഹെലാനയുടെ പേരിലാണ്. അന്ന് തുടങ്ങിയതാണ് ക്രിസ്തീയ യൂറോപ്പിനെ പോപ്പ്. അതായത് AD 4-ാം നൂറ്റാണ്ട്. ഇത് എത്രയാ? AD 21-ാം നൂറ്റാണ്ട്. ആൻഷ്യന്റ് റോം തകർക്കപ്പെട്ടതിന് ശേഷം AD 10-ാം നൂറ്റാണ്ടിൽ റോം തിരിച്ചു വന്നു. റോം അതോടുകൂടെ എന്തുണ്ടായി? ഹോളി റോമൻ എംപയർ വന്നു. അതിന്റെ ഇടയിൽ ബൈസന്റൈൻ റോം വന്നു. പിന്നീട് ഹോളി റോമിന് ഇന്ന് വരെയും പോപ്പുമാരുണ്ടായിട്ടുണ്ട്. എന്നാൽ പോപ്പ് ഫ്രാൻസിസ്, ഇന്ന് ജീവിക്കുന്ന പോപ്പ് ഫ്രാൻസിസ് ദി ലാസ്റ്റ് പോപ്പ് എന്ന പുസ്തകം ഇറ്റലിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കേൾക്കുന്നുണ്ട്? വളരെ ചിന്തിക്കണം. ലോകം അവസാനിക്കാൻ പോവാണ്. അത് ഇന്ന് നാളെ എന്നല്ല, എപ്പോഴും സംഭവിക്കാം. അടയാളങ്ങൾ തന്നിട്ടും അശ്രദ്ധനായി നടന്നാൽ അങ്ങനെയാണല്ലോ. ഉമ്മ കുട്ടികളോട് കുളിക്കുന്ന പറഞ്ഞു, നമുക്ക് കല്യാണത്തിന് പോകണം. അപ്പൊ പലവട്ടം പറഞ്ഞു ഉമ്മ കുളിക്കണം. കുളിച്ചാൽ കുളിച്ചില്ല. മറ്റൊരൊക്കെ കുളിച്ചു. പിന്നെ ഉമ്മ പറഞ്ഞു മോനെ കല്യാണത്തിന് പോകണേ കുളിക്കണേ. കുളിച്ചില്ല. ഉമ്മ കുപ്പായം മാറ്റി. ഉമ്മ മേലക്കുപ്പായം മൂടക്കുപ്പായം ഇട്ടു. മറ്റേ കുട്ടികളെയൊക്കെ കുളിപ്പിച്ചു. എന്നിട്ട് ഇവനും വട്ടു ഉരുട്ടി മുറ്റത്ത് കൂടെ അടുത്ത വീട്ടിലൂടെ പായുകയാണെങ്കിൽ ഇനിമ്മ പറയില്ല. ഇനിമ്മ വേഗം ബാക്കിയുള്ള കുട്ടികളെ കൊണ്ട് കല്യാണത്തിന് പോവും. അപ്പം കരയും. കുതിര വിട്ടടന്നോ?
എന്നെ കൊണ്ടുണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. പലവട്ടം അടയാളം പറഞ്ഞു തന്നു, അടയാളം കാണിച്ചു തന്നു. ഇനി ഇതേ മാനോട് വെച്ചോക്കണേ, ഈ ലോകത്തെ ഖിയാമത്ത് നാളിന്റെ അടയാളം അള്ളാഹു തആല നമുക്ക് കാണിച്ചു തന്നു. 99% കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. 2011 ഞാൻ ഷെയ്ഖ് കമാൽ ഞങ്ങളടുത്ത് വന്നു. ഇതാ ഈ ഇന്ത്യനൂരുണ്ട്. 2011 ഞങ്ങൾ ബിസ്റിൽ പോയി ഷെയ്ഖ് ഷരീഫ് റളിയല്ലാഹുവിനെ കണ്ടു. അപ്പോൾ ഷെയ്ഖ് കമാൽ വന്നിട്ട് ചോദിച്ചു, പ്രത്യേകമായി അറിയേണ്ട വല്ല വിഷയവും ഉണ്ടെങ്കിൽ ഷെയ്ഖ് ഷരീഫ് തങ്ങളോട് ചോദിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷെയ്ഖ് ഷരീഫിനോട് എഴുതി ചോദിച്ചു, എന്ത് ഖിയാമത്ത് നാൾ അടുത്തോ, മഹ്ദി ഇമാമ് വരാനായോ? ഇതായിരിക്കും ഇന്ത്യനൂര്. ഞാൻ മുസ്തഫ ഇന്ത്യനൂര്, പിന്നെ കാപ്പാട്ടുകാരന് ഷംഷീർ കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് ഷരീഫ് തങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളെ നയിക്കപ്പെട്ടു. അങ്ങനെ ഷെയ്ഖ് ഷരീഫ് ഞങ്ങളെ മുന്നിൽ ഇരുന്നപ്പോൾ ഷെയ്ഖ് ഷരീഫ് നമ്മൾ കമാൽ എഴുതി കൊടുത്തൊക്കെ ഇങ്ങനെ വായിച്ച് മറുപടി പറഞ്ഞു. അവസാനം ഈ ചോദ്യത്തിന് അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, ഖദ് ഹാനൽ വഖ്തു വഅൻതുമുൽ ഹുനൂദ് ലക്കും ദൗറുൻ അളീം. നിങ്ങൾ ഇന്ത്യക്കാർക്ക് അതിൽ വലിയൊരു വിഷയമുണ്ട്, ഇന്ത്യക്കാർക്ക് അതിൽ ഒരുപാട് കർത്തവ്യം നിർവഹിക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂല, നമുക്കത് പറഞ്ഞിട്ട് മനസ്സിലാവൂല, അപ്പോൾ മനസ്സിലാവും. ഏതായാലും ഖദ് ഹാനൽ വഖ്തു, ഖദ് ഹാനൽ വഖ്തു, സമയമായി എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് ഷരീഫ് എനിക്ക് ഹദീസിന്റെ സനദ് തന്നു. عن النواس بن سمعان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم. ഇതാണ് എനിക്ക് ഷെയ്ഖ് ഷരീഫ് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് എനിക്ക് സനദ് തന്നു. ആ സനദിലെ ഹദീസ് ഇതാണ്. എന്താ ഹദീസ്? ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞാൽ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം ഫമൻ അജാബഹും ഖദഫൂഹു ഫീഹാ. ഖിയാമത്ത് നാൾ അടുത്ത് കഴിഞ്ഞാൽ ചില പ്രബോധകന്മാർ നരകത്തിന്റെ വാതിൽക്കൽ വന്നു നിൽക്കും. ആ പ്രബോധകന്മാർക്ക് ആരുത്തരം നൽകിയാലും അവർ കൊണ്ടുപോയി നിങ്ങളെ നരകത്തിലിടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഷെയ്ഖ് ഷരീഫ് എനിക്ക് 2011 ബുഖാരിന്റെ ഇജാസത്ത് തന്നതാണ്. എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. സമയമായി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ആക്ഷേപങ്ങൾ അതിലൊന്നും ഇനിയും ഇങ്ങോട്ട് ആക്ഷേപിച്ചാൽ പ്രശ്നമില്ല, ഒന്നും വിഷയാക്കേണ്ട. ദുനിയാവിലെല്ലാവരും നമ്മൾ മോശം പറഞ്ഞാൽ പേടിക്കണ്ട. ആക്ഷേപം കേൾക്കുമ്പോൾ ഇങ്ങനെ മരിച്ചു പോകുകയാണെങ്കിൽ മരിച്ചു കൊണ്ട ആൾ ഞാനാണ്. ചിലർ പറയും നിങ്ങളെ പറ്റി ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് സാരല്ല, അത് പറയണ്ട. ഞാൻ അങ്ങക്ക് വിട്ടുകാർക്ക് ഞങ്ങളെ പറ്റി ഇങ്ങനെ കമന്റ് പറയുന്നുണ്ട്. ഇവരൊക്കെ പറഞ്ഞു, ഞാൻ അത് വേണ്ട. എന്തുകൊണ്ട്? ഈ പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കും. പിന്നെ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു വിഷമം. അത് വേണ്ട. ഈ ലോകത്തെല്ലാവരും നമ്മളെ എതിർത്താൽ നമുക്ക് അൽഹംദുലില്ലാ. ഈ ലോകത്തെല്ലാവരും നമ്മളെ വീരാമുട്ടിയാക്കി കിട്ടാൻ പോണ്. ഇതിലെന്താ കാര്യമുള്ളത്? ഒന്നും കാര്യമില്ല. എന്റെ ഷെയ്ഖ് മൂസ റളിയല്ലാഹു അൻഹു എനിക്ക് കൊടുത്തയച്ച കത്തിൽ മദ്ഹ് ചെയ്തുകൊണ്ട് 4 വരി എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെ മനസ്സിലാക്കണത്, ഈ പണിയെടുത്താൽ അവിടെ എത്തുന്ന നമ്മളെ കത്തിരിച്ചിട്ടുണ്ട്. അതതിനർത്ഥം എനിക്ക് വഴി ഞാൻ തുറന്നു തന്നിട്ടുണ്ട്. ഈ പണിയെടുത്താൽ അവിടെ എത്തും. അല്ലെങ്കിൽ വൈകിന്റെ നടുവ് എനിക്ക് വീണും പോകാം. അതിൽ പെട്ടു പോകണ്ട. അതിനേക്കാൾ വലിയ വാക്ക് എന്നോട് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഷെയ്ഖിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഷെയ്ഖ് മൂസ റളിയല്ലാഹു അൻഹു ഷെയ്ഖ് ഷരീഫ് തങ്ങളും എൻ്റെ മുഖത്ത് നോക്കി ചില വാക്കുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും വലിയ വാക്കാണ്. പക്ഷെ ഞാനത് വഞ്ചിതനാകൂല. എന്തുകൊണ്ട്? അതിനൊരു അർത്ഥമുണ്ട്. ഇത് അവിടെ എത്തിയെന്നല്ല, ഇത് വേണമെങ്കിൽ അവിടെ എത്തു. പണിയെടുത്തോ. എനിക്ക് വഴിയിലെ കരിയില നീക്കി തരേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അത് ഞാൻ നീക്കി, നീ പണിയെടുത്തോ. അത്രേ ഉള്ളൂ. വഞ്ചിതരാണ്ട, ആരെയും വഞ്ചിതരാണ്ട. ഈ ലോകം മുഴുവൻ നമ്മളെ എതിർത്താൽ ഒരു ചുട്ടുപേരെ പോണില്ല. ഈ ലോകം മുഴുവൻ നമ്മളെ പ്രശംസിച്ചാൽ ഒരു നേട്ടമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ്. ഈ ലോകം മുഴുവനും പ്രശംസിച്ചാൽ ഒന്നും കിട്ടാൻ പോണില്ല. അതിലേക്ക് ചെവി കൊടുത്താൽ അന്ന് നാശം. ഒരാൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ ഉടനെ ചെല്ലേണ്ട വാക്കെന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഞാൻ തിജാനിയത്തിൽ കയറിയിട്ട് ഇന്ന് വരെ ഒരാൾ എന്നെ പ്രശംസിക്കുന്ന നേരത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാക്കോട് കൂട്ടിയല്ലാതെ ഞാനത് കേട്ടിട്ടില്ല. അല്ലാഹുമ്മ അശ്ഹദ്. എന്തുകൊണ്ട്? അതിനെ നശിപ്പിക്കുമെന്ന് എനിക്ക് പേടിയാണ്. അങ്ങനെ പലരും നശിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എത്തീൻ ആരും വിചാരിക്കണ്ട. ആരെത്തില്ല. നമുക്ക് എത്താനൊരു വഴിയുള്ള തുറന്നു. അതിന് നമ്മൾ പണിയെടുക്കാം. ഏറ്റവും വല്ലതും നോക്കണ്ട, എന്നാലോ നോക്കാതിരിക്കും വേണ്ട. നാട്ടിലെ എല്ലാ നന്മയിലും സഹകരിക്കണം. നാട്ടിലെ മഹല്ലി സംവിധാനം, കാര്യം, മദ്രസ, പള്ളി, ഇതൊക്കെ നമ്മുടേതായ ദൗറുകൾ നമ്മൾ നിർവഹിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത, ബഹുമാനപ്പെട്ട ദീന്, ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ സമസ്ത ചെയ്ത സേവനത്തെ നിസ്സാരമായി കാണരുത്. അത് വലിയതാണ്. അത് നമ്മളൊരു മസ്ജിദിൽ കയറിയപ്പോഴത്തിന് നമുക്ക് സമസ്തയും വേണ്ട പറയരുത്. എന്തുകൊണ്ട്? സമസ്ത എന്ന സാധനം ഇവിടെ ഇല്ലെങ്കിൽ ആ ദൗറ് നിർവഹിക്കാൻ നമുക്ക് കഴിയൂല. ഓട്ടുപാത്രത്തിന്റെ വില സുന്നികൾക്ക് ഉണ്ടാവില്ല. സുന്നികളെ ഒരുമിച്ച് കൂട്ടിയ സമസ്ത തന്നെയാണ്. സമസ്ത ചെയ്ത സേവനം വേറൊരാൾക്ക് ചെയ്യാൻ കഴിയൂല.
അതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് അതിനെ തകർക്കരുത്. അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളെ കാര്യം നോക്കുക, ഒന്നിനെ ആക്ഷേപിക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട ആലുസുന്ന എല്ലാം ഒരു കുടുംബമാണ്. അല്ലാഹു തആല ഒന്നിച്ചു പോകാൻ തൗഫീഖ് തരട്ടെ. അതേസമയം നമ്മളെ സമയത്തെ വെറുതെ നശിപ്പിക്കാതിരിക്കുക. തിജാനിയെ സംബന്ധിച്ചിടത്തോളം ഇഖ്തിയാരിയായ ധാരാളം അമലുകളുണ്ട്. ഏറ്റവും പ്രധാന ബഹുമാനപ്പെട്ടവർ ഇവിടെ പറഞ്ഞതുപോലെ ഖുർആന്റെ ഖിറാഅത്ത് പഠിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. തജ്വീദ് പഠിക്കാനുള്ള ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു ഫാത്തിഹ പോലും മര്യാദയ്ക്ക് ഓതാൻ കഴിയാത്തവർ നമ്മുടെ കൂട്ടത്തിലൊക്കെ. അപ്പം അതൊക്കെ പരിഹരിച്ച് ഖിറാഅത്ത് ശരിയാക്കുക. പിന്നെ എന്ത് കസറത്ത് സ്വലാത്തുൽ ഫാത്തിഹിനെ പരമാവധി പെരുപ്പിക്കുക. ഹൈറായ കാര്യങ്ങൾ ചെയ്യുക. നാട്ടിലെ നന്മകളോടൊക്കെ സഹകരിക്കുക. അവരവരുടെ സംഘടനകളും രീതികളൊക്കെ അനുസരിച്ച് അത് ഇന്നത് എന്നില്ല, സുന്നത്യമായത്തിനും ദീനിനും എതിരാകാത്ത എല്ലാ കാര്യങ്ങളോടും ആത്മാർത്ഥമായി സഹകരിച്ചു മുന്നോട്ട് പോകാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക തൗഫീഖ് കൊണ്ടല്ലെങ്കിൽ ഇവിടെ നമ്മൾ എത്തിച്ചേരുകയില്ല. അത്രയും വലിയ ഒരു നിധിയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി ആ അഖബത്ത് ബാബിൽ നിന്ന് അള്ളാഹു നമ്മളെ ആട്ടി അകറ്റാതിരിക്കട്ടെ. ആ വാതിൽപ്പടിയിൽ നിന്ന് അള്ളാഹു നമ്മളെ ആട്ടി അകറ്റാതിരിക്കട്ടെ എന്ന് സദാസമയവും നമ്മൾ ദുആ ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്.